നമസ്കാരം. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുകൾ നമ്മൾ 4 ചാപ്റ്ററുകൾ കഴിഞ്ഞു. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5ാമത്തെ ചാപ്റ്ററായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമ്മൾ +2 മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 പാഠഭാഗങ്ങളാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇൻ്റഗ്രൽ കാൽക്കുലസും. അതിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് +1 നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ പഠിച്ചത്. എന്നാൽ അതിൻ്റെ ഹയറായിട്ട് വരുന്ന എല്ലാ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇൻ്റഗ്രേഷൻ നിങ്ങളുടെ പാർട്ട് 2 എന്ന് പറയുന്ന ടെക്സ്റ്റിലും പഠിക്കും. ഇത് രണ്ടുമാണ് ഇനി നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഹയറായി മാത്തമാറ്റിക്സ് പഠിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ വളരെ ബേസ്മെൻ്റ് ആയിട്ട് വരുന്നത്, ആപ്ലിക്കേഷൻ ലെവലിലെ വളരെ ബേസ്മെൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അതിലെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ തന്നെ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂറ്റിയെക്കുറിച്ചാണ്. കണ്ടിന്യൂറ്റി പഠിച്ച ശേഷം മാത്രമാണ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് പോകാൻ കഴിയൂ. കാരണം കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ അതിന് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂറ്റി പഠിക്കുന്നു. ഈ കണ്ടിന്യൂറ്റി പഠിക്കുന്നതിന് വേണ്ടിയാണ് അതിന് മുമ്പ് നമ്മൾ +1 ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം പഠിച്ചു. എന്താണ് ലിമിറ്റ്? നമ്മൾക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, നമ്മൾ ഇപ്പോൾ 4 എന്ന് പറയുന്ന പോയിന്റ്, ഇപ്പോൾ y = gx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് g(x) എന്ന് പറയുന്നത് x² + 2 ആണെന്ന് തന്നു. നിങ്ങളെടുത്ത് ലിമിറ്റ് x → 1 g(x) കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ചെയ്യാൻ കഴിയും. ലിമിറ്റ് x → 1 x² + 2 എന്ന് എഴുതും. g(x)ന് പകരം നിങ്ങൾ x-ന് പകരം 1 കൊടുക്കും. 1² + 2 = 3 എന്ന് കിട്ടും. ശരിയാണല്ലോ? 1² + 2 = 3. അപ്പോൾ നമ്മൾ പറയും ലിമിറ്റ് x → 1 g(x) എന്ന് പറയുന്നത് 3 ആണ്. എന്താണ് അതിനർത്ഥം? അതിനർത്ഥം എക്സിൻ്റെ വില, g(x) ഫംഗ്ഷനാണ്, അതിൽ എക്സിൻ്റെ വില 1ലേക്ക് അടുക്കുമ്പോൾ g(x)ൻ്റെ വില 3ലേക്ക് അടുക്കുന്നു. ദാറ്റ് ഈസ് 3 ഈസ് ദ ലിമിറ്റ് ഓഫ് g(x) വെൻ x → 1. x 1ലേക്ക് അടുക്കുമ്പോൾ g(x)ന് കിട്ടുന്ന ഒരു അതിർത്തി, ഒരു ലിമിറ്റാണ്. g(x) അടുത്ത് വരുന്ന ലിമിറ്റാണ് 3. അതുകൊണ്ടാണ് അതിനെ ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് x → 1 g(x) എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടി. എന്നാൽ ചില സമയത്ത് ചില ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ തന്നിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് f(x) = നമ്മൾക്ക് x² + 1 x < 1 2x x < 1 എന്ന് തരുമ്പോൾ നിങ്ങളെടുത്ത് ലിമിറ്റ് x → 1 f(x) ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ലിമിറ്റ് x → 1 f(x) ചോദിക്കുമ്പോൾ ലിമിറ്റ് x → 1 f(x) എന്ന് പറഞ്ഞാൽ x 1ലേക്ക് അടുക്കുമ്പോൾ f(x)ൻ്റെ വില, x 1ലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ 1ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന 0.9 1-അടുത്താണ്, 1.01 1-അടുത്താണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. ലെഫ്റ്റിൽ നിന്നാണോ അടുക്കുന്നത്, റൈറ്റിൽ നിന്നാണോ അടുക്കുന്നത്? കാരണം 1-അടുത്തെന്ന് പറയുമ്പോൾ അത് ഇടത്തു നിന്നും അടുത്തേക്ക് വരാം, വലത്തു നിന്നും അടുത്തേക്ക് വരാം, അല്ലേ? ആണല്ലോ. ഇവിടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം x 1ലേക്ക് അടുക്കുമ്പോൾ f(x)ൻ്റെ വില എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് ഫംഗ്ഷൻ എടുക്കണം എന്നുള്ള സംശയം വരും. കാരണം എക്സിൻ്റെ വില 0.9 ആവുകയാണെങ്കിൽ ഈ ഫംഗ്ഷനാണ് വരിക, കാരണം x < 1. എക്സിൻ്റെ വില 1.01 ആവുകയാണെങ്കിൽ ഈ ഫംഗ്ഷനാണ് എടുക്കുക, കാരണം x < 1. എന്നാൽ തൊട്ട് മുമ്പ് ഞാൻ എഴുതിയ ചോദ്യത്തിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് 1 ഇട്ട് കൊടുത്ത് എനിക്ക് എന്തെന്ന് ആൻസർ കിട്ടുമായിരുന്നു? 3 എന്ന ആൻസർ കിട്ടുമായിരുന്നു. അവിടെ എനിക്ക് ലെസ്താണെന്നോ 1-ഇടത്തും വലത്തും വേറെ ആളുകളാണെന്നോ ഒന്നും തന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ 1-ഇടത്തും വലത്തും 2 ആളുകളാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടത്തും വലത്തും 2 പേരെ സ്പ്ലിറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണേണ്ടി വരുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലിമിറ്റ് x → 1 മൈനസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് -1 എന്നല്ല, 1ന് ഇടത്തെ സൈഡ്. x → 1 - f(x) എന്ന് പറയുമ്പോൾ ലിമിറ്റ് x → 1 - f(x)ന് പകരം നമ്മൾ x² + 1 കൊടുക്കുന്നു. ഈ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 1² + 1 = നമ്മൾക്ക് 2 എന്ന് കിട്ടും. ലെഫ്റ്റ് ലിമിറ്റ് 2 എന്ന് വന്നു. ലിമിറ്റ് x → 1 + f(x) നിങ്ങൾ ചെയ്യുമ്പോൾ 1ന് വലത്തെ സൈഡിലേക്ക് ലിമിറ്റ് x → 1 + 1ന് വലത്തെ സൈഡ് 1+ എന്ന് പറഞ്ഞാൽ x 1-നേക്കാൾ കൂടുതൽ, x < 1 വലത്തെ സൈഡ് അത് 2x ആണ്. നിങ്ങൾ എക്സിന് പകരം 1 കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും നിങ്ങൾക്ക് 2 എന്ന് കിട്ടി, റൈറ്റ് ലിമിറ്റും 2 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തുല്യമാണെങ്കിൽ മാത്രമേ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് പഠിച്ചു. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തുല്യമാണെങ്കിലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ അത് തുല്യമാണ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ അത് തന്നെയാണ് ആരുടെ വില? ലിമിറ്റ് x → 1 f(x)ൻ്റെ വിലയും 2 തന്നെയാണെന്ന് പറയാം.
ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വില ഡയറക്റ്റ് കാണാൻ കഴിയാഞ്ഞത് 1-ന് ഇടത്തും വലത്തും 2 ആളുകളായി തന്നിരുന്നത് കൊണ്ടാണ്. അപ്പം ഇടത്തും വലത്തുമുള്ള ലിമിറ്റുകൾ ഒരേ വാല്യൂ കിട്ടിയത് കൊണ്ട് അത് തന്നെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വില എന്ന് നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്ന് പറയുന്ന ആളുകൾ ഈക്വൽ ആയാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഇത് തന്നെ ഞാനൊരു ഗ്രാഫിലേക്ക് പറയുകയാണെന്ന് വെക്കുക. y ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ. ആദ്യം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ. ഇവിടെ നോക്കൂ, 4 എന്ന് പറയുന്ന 4 എന്ന് പറയുന്ന ഒരു പോയിന്റിനെയാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വിലയാണ് ഇവിടെ 4, എക്സ് ഈക്വൽ ടു 4. എനിക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എഫ് ഓഫ് എക്സ് കാണണം. എക്സിൻ്റെ വില 4 ആകുമ്പോൾ എക്സിൻ്റെ വില എക്സ്റ്റെൻസ് ടു 4 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൻ്റെ വില 4 അല്ല, 4ലേക്ക് അടുക്കുമ്പോൾ കിട്ടുന്ന എഫ് ഓഫ് എക്സിൻ്റെ വില. അപ്പോൾ എക്സിൻ്റെ വില 4ലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടത്തെ സൈഡിലും എടുക്കാം, വലത്തെ സൈഡിലും എടുക്കാം. ഇടത്തെ സൈഡിൽ എടുക്കുമ്പോൾ ഞാൻ 3.9 എന്ന് എടുക്കുന്നു, വലത്ത് 4.1 എന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നു 3.9 എടുക്കുകയാണെങ്കിൽ 3.9 എടുക്കുകയാണെങ്കിൽ ഞാൻ നേരെ 3.9ലേക്ക് ഇങ്ങനെ വരച്ചാൽ ദാ ഇവിടെ വന്ന് ഏകദേശം ആരെടുത്ത് നിൽക്കും? 12ൻ്റെ അടുത്തുള്ളൊരു വില എനിക്ക് 3.9 കിട്ടും. ശരിയാണല്ലോ. അതേസമയം ഞാൻ 4.1 ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് റൈറ്റ് ലിമിറ്റ് ആണ് എടുക്കുന്നത്, 4.91 ഇവിടെ വരച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വില ഏകദേശം ആരുടെ അടുത്താണ്? 18ൻ്റെ അടുത്താണ്. അപ്പോൾ എന്താ അർത്ഥം? 4-ന് ഇടത്തെ സൈഡിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ 12ലേക്ക് ലിമിറ്റ് ചെയ്യുമ്പോൾ വലത്തെ സൈഡിൽ 18ലേക്ക് ലിമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ശരിയാവില്ലല്ലോ. നിങ്ങൾക്കറിയാം 4 എന്ന് പറയുന്നതിന് അറൗണ്ട് ആയിട്ടൊരു ബോർഡർ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒറ്റ വാല്യൂവിലേക്ക് ലിമിറ്റ് ചെയ്യണം, എന്നാലേ അത് ലിമിറ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞത് ലെഫ്റ്റും റൈറ്റും തുല്യമാകണം, എന്നാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ 4-ന് ഇടത്തെ സൈഡ് നോക്കുമ്പോൾ 4-ന് ഇടത്തെ സൈഡ് എന്ന് പറയുമ്പം 4ൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ 3.9 അല്ല, 3.999 ഒക്കെ എടുക്കാം. അതെടുത്താലും 12ലേക്ക് അടുക്കും. വലത്തെ സൈഡിലുള്ള ആൾ 18ലേക്ക് അടുക്കും. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എനിക്കൊരു കോമൺ അതിരെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുത്താൽ ഈക്വൽ അല്ല, അതുകൊണ്ട് എനിക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ഫംഗ്ഷൻ ചെല്ലുന്ന വരമ്പ് 12ഉം ഇവിടുത്തെ ഫംഗ്ഷൻ എത്തിച്ചേരുന്ന വരമ്പ് അല്ലെങ്കിൽ 18ൽ നിന്നാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ജി ഓഫ് എക്സിൽ നോക്കൂ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ 4 എടുത്തു. 4-ന് ഇടത്തെ സൈഡിലുള്ള 3.9 എടുത്തു ഞാൻ വരച്ചപ്പോൾ എനിക്ക് ഫംഗ്ഷൻ്റെ വില 12-ന് അടുത്ത് കിട്ടി. 4.1 എടുക്കുന്നു ഞാൻ, 4.1 എടുത്ത് വരച്ചപ്പോഴും അതവിടെ കിട്ടി, 12-ന് അടുത്ത് കിട്ടി. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിൻ്റെ ഇടത്തെ സൈഡിൽ നിന്നും വലത്തെ സൈഡിൽ നിന്നും രണ്ടുപേരും ലിമിറ്റ് ചെയ്യുന്ന വിലയാണ് 12 എന്ന് പറയുന്ന ജി ഓഫ് എക്സ് വില. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ വില. ആ 12ലേക്കാണ് രണ്ട് ഗ്രാഫുകളും വന്നു ചേരുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ 12 ആയതുകൊണ്ട് എൻ്റെ ലിമിറ്റ് വാല്യൂ 12 എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇതൊക്കെ +1 നമ്മൾ പഠിക്കുന്നതാണ്. കാരണം 4 എന്ന് പറയുന്ന വിലയുടെ ഇടത്ത് നിന്നും 12ലേക്ക് പോകുന്നു, വലത്ത് നിന്നും 12ലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 ജി ഓഫ് എക്സ് 12. എക്സിൻ്റെ വില 4ലേക്ക് അടുക്കുമ്പോൾ 12ലേക്ക് പോകുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ ഈ ഗ്രാഫ് വരച്ചപ്പോൾ 4 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്താണ് വരച്ചിരിക്കുന്നത്? ഒരു ഹോളാണ് വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ഞാനിവിടെ 4നെ പരിഗണിക്കുന്നില്ല. 4ൻ്റെ ഇടത്തുള്ള ഏറ്റവും അടുത്തുള്ള ആളും 4ൻ്റെ വലത്തുള്ള ഏറ്റവും അടുത്തുള്ള ആളുകളെ മാത്രമേ ഞാൻ പരിഗണിച്ചുള്ളൂ. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ചേരുന്ന വാല്യൂ ആയ 12 ഒരു ബോർഡർ ആണെന്നാണ് പറയുന്നത്. എക്സാക്ട്ലി 12 എന്ന് പറയുന്നില്ല, 12 എൻ്റെ ബോർഡർ. അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ഹോൾ ഇട്ടിരിക്കുകയാണ്. ഇനി നോക്കൂ, ഞാനിവിടെ ഈ ഫംഗ്ഷൻ സപ്പോസ് ഈ ഫംഗ്ഷൻ വന്നു, ഇവിടെ ഇപ്പോൾ 2 ആണെന്ന് വെച്ചോളൂ. ഞാൻ ഈ എടുത്ത 2 ആണെന്ന് തന്നെ വെക്കുക. 2 കിട്ടി, എനിക്ക് ഇവിടെയും 2 കിട്ടി, ഇവിടെയും 2 കിട്ടി. എല്ലാം 2 ആണ് എനിക്ക് കിട്ടിയത്. 12-ന് പകരം 2 എന്ന് കിട്ടി. അപ്പോൾ കറക്റ്റ് 4-ന് നേരെ ഹോളാണുള്ളത് അല്ലേ? ഞാനിവിടെ വരച്ചു. ഇതാണ് എൻ്റെ ജി ഓഫ് എക്സ് ഞാൻ എഴുതിയിരിക്കുന്നത്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നോക്കൂ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് ഇവിടെ ഉണ്ട്. ഇനി 4 ആണ്, ഞാൻ 1 ആക്കുന്നു. 1ഉം അപ്പോൾ ഇടത്തെ സൈഡിൽ 0.9, വലത്തെ സൈഡിൽ 1.9. ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ 4 മാറ്റി 1 ആക്കുന്നത്. ഓക്കെ, എനിവേ 1ൻ്റെ ഇടത്തെ സൈഡിൽ നിന്നും വലത്തെ സൈഡിലേക്കും 2ലേക്കാണ് ഇടത്തെ സൈഡിൽ നിന്നും വലത്തെ സൈഡും 2ലേക്കാണ് ലിമിറ്റ് ചെയ്യുന്നത്. അപ്പം എക്സ്റ്റെൻസ് ടു 1 എന്ന് പറയുന്നത് എക്സിൻ്റെ വില 1ലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില എന്തിലേക്കാവുന്നു? 2ലേക്ക് ലിമിറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, എക്സിൻ്റെ വില എക്സാക്ട്ലി 1 ആകുമ്പോൾ, എക്സാക്ട്ലി 1 എന്ന് പറയുമ്പോൾ ഞാൻ ടെൻസ് ടു 1 എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ഈക്വൽ ടു 1, നോട്ട് എക്സ് ടെൻസ് ടു 1. എക്സ് ടെൻസ് ടു 1 എന്ന് പറയുമ്പോഴാണ് അവിടെ ലിമിറ്റ് വരുന്നത്. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ
എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പറയുന്നുണ്ട് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നിങ്ങൾ ആരെ എടുക്കണം? 2x എടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 × 1 എന്ത് കിട്ടി? 2 എന്ന് കിട്ടും. അപ്പം 1 എക്സിൻ്റെ വില 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില എന്ത് തന്നെ കിട്ടും? 2. അപ്പോൾ എന്താ സംഭവിക്കുക? 1 എന്നുള്ള പോയിന്റിന് നേരെയും എനിക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ടൊരു വര വരയ്ക്കാം. കാരണം അവിടെയും എന്ത് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഹോൾ വരച്ചെടുത്ത് ഞാൻ അങ്ങ് കറുപ്പിക്കാം. കാരണം 1-നനുസരിച്ച് എനിക്ക് 12 ആണ് കിട്ടിയത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 2ലേക്ക് അടുത്തു. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള 1ൻ്റെ വിലയിലും 2ലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഹോൾ അങ്ങ് നകന്നു പോയി. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു വര ചെറിയൊരു ഹോൾ ഇങ്ങനെ പോകുന്നു. ആ ഹോളും കൂടി അങ്ങ് നകന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും ഒരു കണ്ടിന്യൂസ് ആയ വരയായി മാറിയില്ലേ? ഒരു കണ്ടിന്യൂസ് ഗ്രാഫായി മാറിയില്ലേ? ഇവിടെ പക്ഷെ നോക്കൂ, നിങ്ങൾ ഇവിടെ വന്ന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ 4 കൊടുക്കുമ്പോൾ 12 കിട്ടി. ഞാൻ ഇത് കറുപ്പിച്ചു. ഇത് കറുപ്പിച്ചാൽ കൂടി റൈറ്റ് സൈഡ് മേളിൽ നിന്നാണ് പോവുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ കഴിയുമോ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങളൊരു പേന സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടം വരെയാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് അവിടം വരെ കൈ എടുക്കാതെ വരച്ചു പോകണം. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഗ്രാഫ് ഇവിടെ വന്നതിന് ശേഷം കൈ എടുത്ത് അടുത്ത സ്ഥലത്ത് നിന്ന് തുടങ്ങേണ്ടി വന്നില്ലേ? കണ്ടിന്യൂസ് അല്ലല്ലോ, ബ്രേക്ക് വന്നില്ലേ? അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ആയില്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ആ കണ്ടിന്യൂസ് പ്രശ്നം വരില്ല. കാരണം 1ലേക്ക് അടുക്കുന്നതും 2ലാണ്, 1ഉം 2ലാണ്, 1ന് വലത്തേ സൈഡും 2 തന്നെയാണ്. അപ്പോൾ എനിക്ക് ചേർത്ത് വരച്ചങ്ങ് പോകാം. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും ഒരു പോയിന്റിൽ, ഇവിടെ ഞാൻ 1 എന്ന് പറഞ്ഞു, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആ എ എന്ന് പറയുന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കറക്റ്റായ ഒരു വാല്യൂവിലേക്ക് തന്നെ പോകണം. എൽ എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എൽ എന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്ക് പോകണം. കൂടാതെ നിങ്ങൾ എ എന്ന് പറയുന്ന വില ഇട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേ എൽ വാല്യൂ തന്നെ കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് മുന്നൂടെ ചേർത്ത് വരയ്ക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് ഫംഗ്ഷൻ എന്താവുക? കണ്ടിന്യൂസ് ആവുക. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, അറ്റ് എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എയിലെ ലിമിറ്റ് വാല്യൂവും എയുടെ എക്സാക്റ്റ് വിലയും എക്സ് ഈക്വൽ ടു എ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാക്റ്റ് വിലയും തുല്യമാകണം. അങ്ങനെ തുല്യമാവുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും എക്സാക്റ്റും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? കണ്ടിന്യൂസ് ഗ്രാഫായി മാറിയെന്ന് പറയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കണ്ടിന്യൂസിൻ്റെ കണ്ടീഷൻ അതാണ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു എയിലെ ലിമിറ്റ് വാല്യൂവും ഫംഗ്ഷനിൽ എക്സ് എ കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സാക്റ്റ് വാല്യൂവും തുല്യമായിരിക്കണം. അപ്പോഴാണ് ഫംഗ്ഷൻ എന്താവുക? കണ്ടിന്യൂസ് ആവുക. ശ്രദ്ധിക്കുക, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടിന്യൂറ്റിയെ ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ ഓൺ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫിന് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ റിയൽ നമ്പറുകളായിരിക്കണം. ഓൺ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലെറ്റ് സ്മോൾ എ ബി എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. നോക്കൂ, എഫിനൊരു ഡൊമൈൻ ഉണ്ട്. ഏതൊരു ഫംഗ്ഷനും ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വില ആണല്ലോ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ വരുന്ന വിലകളെയാണ് നമ്മൾ ഡൊമൈനുകൾ എന്ന് പറയുക. വൈ ആക്സിൽ കിട്ടുന്നതാണ് റേഞ്ച്. ഇവിടെ എക്സ് എന്ന് പറയുന്നതും ഒരു റിയൽ സെറ്റാണ്, വൈയും ഒരു റിയൽ സെറ്റാണ്. എക്സ് എന്ന് പറയുന്ന ഡൊമൈനിലെ ഒരു പോയിൻ്റാണ് എ. അങ്ങനെയുള്ള ഒരു പോയിന്റ് എ നിങ്ങൾ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ് എ ബി എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. എയിൽ കണ്ടിന്യൂസ് ആകും എപ്പോൾ? വെൻ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ ഇടത്തു നിന്നും വലത്തു നിന്നും അടുക്കുന്ന ബോർഡർ വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റ് വാല്യൂവും എ കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലയും തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംബന്ധിച്ച് ലിമിറ്റ് വിലയും എല്ലാമാണ്, കറക്റ്റ് കൊടുക്കുമ്പോഴും എല്ലാമാണ്. ഇത് രണ്ടും സെയിം ആണെങ്കിലേ മാത്രമേ ഫംഗ്ഷൻ എന്തെന്ന് പറയാൻ കഴിയുള്ളൂ? കണ്ടിന്യൂസ് എന്ന് പറയാൻ കഴിയുള്ളൂ. സപ്പോസ് നിങ്ങൾ ഈ എ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വില ഇവിടെ ഇപ്പോൾ 5 ആണെന്ന് വെക്കുക. ലിമിറ്റ് വാല്യൂ 5 ആണ്. പക്ഷേ നിങ്ങൾ കറക്റ്റ് എഫ് ഓഫ് എ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഹോളായിരിക്കുകയാണ്. നിങ്ങൾ എഫ് ഓഫ് എ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 8 കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ ഈ ഹോളിൻ്റെ പോയിന്റ് മാത്രം ഇവിടെ പോയി കിടക്കും. അങ്ങനെ വന്നാലും എന്താവില്ല? ഇത് കണ്ടിന്യൂസ് ആവില്ല. കാരണം അവിടെ ഒരു ഹോളാണ്. എ എന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ എ എന്ന് പറഞ്ഞ വില കൊടുത്തപ്പോൾ 5 കിട്ടിയാലേ എനിക്ക് ആ ഹോൾ നികത്താൻ കഴിയുള്ളൂ. ഇതിപ്പോൾ എ കൊടുത്തപ്പോൾ 8 കിട്ടിയെന്ന് പറഞ്ഞാൽ ആ എയ്ക്ക് നേരെ എനിക്ക് വൈ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. അവിടെ ഹോളായി കിടക്കും. അപ്പോഴും കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലിമിറ്റ് വാല്യൂവും എക്സാക്ട് പോയിന്റിൻ്റെ ഫംഗ്ഷൻ വിലയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആയി വന്നാലാണ് ആ ഫംഗ്ഷൻ എന്താവുക? കണ്ടിന്യൂസ് ആവുക. കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷനാണിത്. നോക്കൂ, നമ്മൾ കണ്ടിന്യൂസിൻ്റെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഫംഗ്ഷനിലെ ഡൊമൈൻ എടുക്കുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആയിട്ടുള്ള എല്ലാ എക്സ് വിലകളുമാണെന്നാണ് പരിഗണിക്കുന്നത്. അതായത് എക്സിൻ്റെ എല്ലാ വിലകളും -∞ മുതൽ +∞ വരുന്ന എക്സ് ആക്സിൽ വരുന്ന എല്ലാ വിലകൾക്കും കോമൺ ആയിട്ടുള്ള ഡെഫിനിഷനാണ് പറഞ്ഞത്.
ഒരു ഫംഗ്ഷൻ ആ റിയൽ സെറ്റിൽ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഇതിനെ ഒന്നും കൂടി ചുരുക്കി പറയുന്നു. ഇവിടെ ഞാൻ പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പറഞ്ഞു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, രണ്ട് ഫംഗ്ഷനുകൾ പറഞ്ഞതാണ്. സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആംഗിളുകളാണ് അല്ലേ. ആ എക്സ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വിലകളും നിങ്ങൾക്ക് എക്സിന് ഇവിടെ കൊടുക്കാം. സൈൻ 300 ഡിഗ്രി കൊടുക്കാം, 450 ഡിഗ്രി കൊടുക്കാം, 1000 ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? -1,1 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, കാരണം നിങ്ങൾക്ക് -1ഉം 1ഉം ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള വിലകൾ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതലുള്ള വിലകൾ സൈൻ വേഴ്സ് 2 ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. എപ്പോഴും -1നും 1നും ഇടയ്ക്കോ അത് അല്ലെങ്കിൽ അത് ഉൾപ്പെടെയോ ആയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത് സൈൻ എക്സ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ എൻറ്റയർ ഡൊമൈൻ -∞ to ∞ എക്സ് ആക്സിൽ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നു. എന്നാൽ സൈൻ വേഴ്സ് എക്സ് വരുമ്പോൾ എവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? -1ഉം 1ഉം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഒരു ഇൻ്റർവെല്ലാണ് എയും ബിയും. ജനറൽ ആയിട്ട് പറയുന്നു ക്ലോസ്ഡ് എ ബി, എയും ബിയും ഉൾപ്പെടെ അതിനിടയ്ക്ക് വരുന്ന എല്ലാ വിലകളും, എയും ബിയും ഉൾപ്പെടെ അതിനിടയ്ക്ക് വരുന്ന എല്ലാ വിലകളെയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിനിടയ്ക്കുള്ള ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വിലയ്ക്കും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്നാൽ അതായത് എയ്ക്കും ബിക്കുമുള്ള ഇടയ്ക്കുള്ള എല്ലാ വിലകൾക്കും അത് കണ്ടിന്യൂസ് ആയി വരയ്ക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള ഏതൊരു വില എടുത്താലും അതിൻ്റെ ലിമിറ്റ് വിലയും അതിൻ്റെ എക്സാക്ട് വിലയും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിനിടയ്ക്ക് സി പരിഗണിച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആയിരിക്കണം എന്ത്? എഫ് ഓഫ് സി. ആ സിയിലെ ലിമിറ്റ് വിലയും എഫ് ഓഫ് സിയും നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഈക്വൽ ആയിരിക്കണം. അപ്പം എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വിലകൾക്കും ഈക്വൽ ആയിരിക്കണം. കൂടാതെ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നിങ്ങൾക്ക് എടുക്കാമല്ലോ. നോക്കൂ, സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടുന്നത്. അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കാണാൻ നിങ്ങൾ സിയുടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണും, അവ തുല്യമാകണം ആണല്ലോ. എന്നാൽ നിങ്ങൾ എ എന്ന് പറയുന്ന ഈ എൻഡ് പോയിന്റ് എടുക്കൂ, എയും ബിയും. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ക്ലോസ്ഡ് എ ബി ആണ്, എ ഉൾപ്പെടുന്നുണ്ട്, അപ്പോൾ എയും പരിഗണിക്കണം. എ എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് പോയിന്റ് എടുക്കാൻ ഇവിടെ ഉണ്ടോ? ലെഫ്റ്റ് പോയിന്റ് നമ്മൾ പരിഗണിക്കാൻ പറ്റുമോ? കാരണം ലെഫ്റ്റ് പോയിന്റിലെ ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നില്ല. എന്നാൽ എയുടെ റൈറ്റ് പോയിന്റ്, റൈറ്റ് സൈഡിൽ വരുന്ന പോയിന്റിന് നമുക്ക് ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്. അതാണ്ട് ഇവിടെ നമ്മൾ വാല്യൂ എടുക്കുന്നുണ്ട്. എന്നാൽ ലെഫ്റ്റ് വരുന്ന വാല്യൂവിനെ നമുക്ക് എടുക്കാൻ കഴിയുമോ? ഇല്ല, കാരണം അത് നമ്മുടെ ഫംഗ്ഷനിലില്ല. അതേപോലെയാണ് ബിയും. ബിയുടെ റൈറ്റ് പോയിന്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല, കാരണം അവിടെ നമ്മൾ ഫംഗ്ഷൻ പറയുന്നില്ല. ബട്ട് ബിയുടെ ലെഫ്റ്റ് പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം എയുടെ റൈറ്റ് പോയിന്റ്, എ എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലും ബി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ്, അതായത് എൻഡ് പോയിന്റുകളിൽ എക്സാക്ട്ലി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റുകൾ നോക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ്ഡ് എ ബിയിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് റൈറ്റ് ലിമിറ്റും എക്സാക്റ്റ് വിലയും സെയിം ആയിരിക്കണം എയിൽ, അറ്റ് എക്സ് ഈക്വൽ ടു എ, അറ്റ് എക്സ് ഈക്വൽ ടു എയിൽ. എന്നാൽ അറ്റ് എക്സ് ഈക്വൽ ടു ബിയിൽ റൈറ്റ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും എഫ് ഓഫ് ബിയും തുല്യമായിരിക്കണം. അപ്പം എയിലെ റൈറ്റ് ലിമിറ്റും ബിയുടെ ലെഫ്റ്റ് ലിമിറ്റും തുല്യമാകണം. എന്നാൽ അതിനിടയ്ക്കുള്ള എല്ലാ വിലകൾക്കും നമ്മൾ പ്രോപ്പറായ ഡെഫിനിഷനായ ലിമിറ്റ് വാല്യൂവും എക്സാക്ട് വിലയും തുല്യമാണെങ്കിൽ മാത്രമേ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പറയാൻ മനസ്സിലാവുന്നുണ്ട്? ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ത്രൂ ഔട്ട് ആ ഇൻ്റർവെല്ലിലെ എല്ലാ വിലകൾക്കും കണ്ടിന്യൂസ് ആയിരിക്കണം. എൻഡ് പോയിന്റുകളിൽ ലെഫ്റ്റ് എൻഡിൽ അതിൻ്റെ റൈറ്റ് ലിമിറ്റും റൈറ്റ് എൻഡിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും, ബി ആണ് റൈറ്റ് എൻഡ്, അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും ആ എക്സാക്ട് വാല്യൂയോട് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ നമ്മളെ കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോകാറില്ല. ജസ്റ്റ് അറിയുക ക്ലോസ്ഡ് ഇൻ്റർവെൽ വന്നാൽ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. കണ്ടിന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 1 അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ ഫംഗ്ഷൻ്റെ അറ്റ് എക്സ് ഈക്വൽ ടു 3യിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനെ തന്നിട്ടുള്ളൂ. അവിടെ എക്സ് <3 എന്നോ <3 എന്നോ ഒന്നും സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തരുന്ന ഫംഗ്ഷൻ ഈ പോയിന്റിൽ ഏത് പോയിന്റിലാണോ കൺസിഡർ ചെയ്തത് അതിൻ്റെ <> > ഒക്കെ ഒന്നിൽ കൂടുതലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ കണ്ടാൽ മതി. ഇവിടെ നമ്മളെ സംബന്ധിച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ് വേണം, അതേപോലെ എഫ് ഓഫ് 3യും വേണം, ലിമിറ്റ് വാല്യൂവും എക്സാക്റ്റ് വാല്യൂവും വേണം.
ഈ ലിമിറ്റ് വാല്യൂ കാണുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും പ്രത്യേകം കാണേണ്ട കാര്യമില്ല. കാരണം എക്സ്റ്റെൻസ് 3 എന്ന് എടുത്താലും ഈ ഫംഗ്ഷൻ തന്നെയാണ് എടുക്കുന്നത്, 3+ എന്ന് എടുത്താലും ഇയാളെ തന്നെയാണ് എടുക്കുന്നത്. കാരണം 3യുടെ ഇടത്തേക്ക് വേറെ ആളാണെന്നും വലത്തേക്ക് വേറെ ആളാണെന്നൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 f(x) ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 f(x) എന്ന് പറഞ്ഞാൽ 2x² - 1 ആണല്ലോ, ആണ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ 2 × 3² - 1 ഈക്വൽ ടു 18 - 1 ഈക്വൽ ടു 17 ആണല്ലോ. അപ്പം ലിമിറ്റ് വാല്യൂ 17 ആണ്. ഇനി f(3) കാണാം. f(3) എന്ന് പറയുമ്പോൾ എക്സിന് പകരം നിങ്ങൾ 3 കൊടുക്കുന്നു, അത് നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, 17 തന്നെ കിട്ടും. അപ്പോൾ ലിമിറ്റ് വിലയും എക്സാക്റ്റ് വിലയും സെയിം ആയി. therefore f is continuous at x equal to 3 എന്ന് എഴുതാം. ഇതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. x equal to 3 എന്ന് എഴുതാം, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f(x) ഈക്വൽ ടു, ഇവിടെ സ്പ്ലിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. കാരണം 2 എന്ന പോയിന്റിനാണ് സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത്. രണ്ടിന് ഇടത്തേക്ക് ഒരു ഫംഗ്ഷൻ, വലത്തേക്ക് വേറൊരു ഫംഗ്ഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളെടുത്ത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനല്ല ഒരു പോയിന്റിൽ, പകരം ഈ ഫംഗ്ഷനിൽ എവിടേക്കാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്, അതായത് നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിൽ വെച്ചിട്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു പോയിന്റിൽ മാത്രമാണ്. ഏത്, ഇവിടെ ഏത് പോയിന്റിലാണോ സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്നത് ആ പോയിന്റുകളിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇവിടുത്തെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പം നിങ്ങൾ 2 എന്ന് പറയുന്ന പോയിന്റിലെ ഈ f(x)ൻ്റെ കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്യുക. കാരണം 2വിന് ഇടത്തെ സൈഡിലേക്ക് നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താ, സപ്പോസ് നോക്കേ, 2വിന് ഇടത്തെ സൈഡിലേക്കുള്ള ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുന്നു, x0 എന്ന് എടുക്കുന്നതെന്ന് വെക്കുക. x0 എന്ന് എടുത്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 f(x). x0 എന്ന് പറയുമ്പോൾ x0 ആവുന്നത് 2വിന് ഇടത്തെ സൈഡിലല്ലേ 0, ഈ ഫംഗ്ഷൻ എടുക്കുക 2x + 3, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 2x + 3, 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. f(0) എടുത്താലും നിങ്ങൾക്ക് 3 എന്ന് കിട്ടും, ശരിയല്ലേ? അതിനിപ്പോൾ രണ്ടിനടുത്തേക്കുള്ള ഏത് വില എടുത്താലും ഇതുപോലല്ലേ ചെയ്യുക. 1 എടുത്താലും 1 കൊടുക്കും, ഇവിടെ 1 കൊടുക്കും. നിങ്ങൾ -5 എടുത്താലും -5 കൊടുക്കും, -5 കൊടുക്കും. അപ്പം 2വിന് ബാക്കിലേക്ക് എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് ലിമിറ്റ് വിലയും എക്സാക്റ്റ് വാല്യൂം കറക്റ്റായിട്ട് കിട്ടും. 2ന് മുകളിലേക്ക് എടുത്താലും നിങ്ങൾ 5 എടുത്താലും 2x - 3, ഇവിടെ 2x - 3 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടും. 10 എടുത്താലും 100 എടുത്താലും 2ന് മുകളിലേക്കും എല്ലാ പോയിന്റിലും കിട്ടും. ഇനി നമുക്കുള്ള ഒരേ ഒരു സംശയം 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. കാരണം 2വിൽ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റുകൾ 2 എണ്ണമാണ്. അവ ഈക്വൽ ആയാൽ മാത്രമേ 2വിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, at x = 2. അപ്പം നമ്മൾ പറയുന്നു കൺസിഡർ at x = 2. അപ്പം ഡിസ്കണ്ടിന്യൂറ്റി ചോദിക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ് സ്പ്ലിറ്റിംഗ് ഉണ്ടോ അവിടെ മാത്രം ചെക്ക് ചെയ്യുക. at x = 2ലെ ലിമിറ്റ് കാണണം. അങ്ങനെ ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റും റൈറ്റും പ്രത്യേകം കണ്ടേ പറ്റൂ. കാരണം ലെസ് ദാനും ഗ്രേറ്റർ ദാനും സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്നു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 - f(x) എന്ന് പറയുമ്പോൾ അർത്ഥം എക്സിൻ്റെ വില 2ൽ കുറവ്, എക്സ് ലെസ് ദാൻ 2. 2 - എന്നാൽ 2ൽ കുറവ്. അത് ഏത് ഫംഗ്ഷനാണ്, 2x + 3. അപ്പോൾ 2x + 3 എഴുതുന്നു. നിങ്ങൾ 2 ഇതിലേക്ക് കൊടുക്കുന്നു, 4 + 3 = 7. എക്സിന് പകരം 2 കൊടുക്കുകയാണ്. ഇനി റൈറ്റ് ലിമിറ്റ് കാണുന്നു, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 + f(x). എക്സിൻ്റെ വില 2ൽ കൂടുതൽ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 + f(x) എന്ന് പറയുമ്പോൾ 2x - 3 ആണ്, അല്ലേ? കാരണം 2ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ x ഗ്രേറ്റർ ദാൻ 2 അല്ലേ, 2x - 3 = 4 - 3 = 1. നിങ്ങൾ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 2 എണ്ണമാണ് എന്ന് പറഞ്ഞാൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ലിമിറ്റിന് ഒരു കറക്റ്റ് വില പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കില്ല, ഉറപ്പായിട്ടും എന്ത് ചെയ്യില്ല, കണ്ടിന്യൂറ്റി ആയിരിക്കില്ല. therefore f(x) ഈസ് നോട്ട് കണ്ടിന്യൂസ് at x = 2. കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടായിരിക്കണം, at x = 2. therefore the point of discontinuity equal to is x = 2. x = 2 മാത്രമാണ് ഈ ഫംഗ്ഷനിലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ f(x) = x + 5 when x less than or equal to 1, x - 5, x greater than 1. ചിലപ്പം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. രണ്ടായാലും ആ സ്പ്ലിറ്റിംഗ് ഉള്ള പോയിന്റിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൺസിഡർ x = 1. കൺസിഡർ x = 1.
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണമല്ലോ, കാരണം 1ൻ്റെ ലെഫ്റ്റും റൈറ്റും പ്രത്യേകമാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 1 പ്ലസ് 5 ഈക്വൽ ടു 6. നൗ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് ഒന്നിനേക്കാൾ കുറഞ്ഞത് ലെസ് ദാൻ 1. 1 പ്ലസ് വരുമ്പോൾ എക്സ് മൈനസ് 5 ആണ്. That is equal to 1 minus 5 equal to minus 4. And x tends to 1 minus എന്ന് പറയുമ്പോൾ ഒന്നിൽ കുറവ്, അത് x plus 5 ആണ് അല്ലേ. x ലെസ് ദാൻ 1 x plus 5 ആണ്. നിങ്ങൾ 1 കൊടുക്കുമ്പോൾ 1 plus 5 equal to 6. അപ്പം x 1 plus എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 1, അത് ഇവിടെയാണ്. x 1 മൈനസ് വെച്ചാൽ x ലെസ് ദാൻ 1, ഒന്നിൽ കുറവ്, അത് ഇതാണ്. അത് കൊടുത്തു. നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആണ് അല്ലേ. Therefore limit extends to 1 f of x does not exist. x equal to 1ൽ ഈ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore function is not continuous at x equal to 1. x equal to 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതായത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ശരി.